വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള നായകൻ കാർത്തിക്. അവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ പോലും ഒരാളോട് സംസാരിക്കാൻ പേടിയാണ്. ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ പോലും തിരിച്ചൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. അങ്ങനെയുള്ള അവൻ വർഷങ്ങളായിട്ട് അവൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനോട് ഇഷ്ടമാണ്. പക്ഷേ അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും അറിയത്തില്ല. അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവളുടെ ഓഫീസിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് അറിയുന്നത് പോലും ഒരു സിറ്റുവേഷനിൽ വെച്ചാണ്. ഈ നായകന് ഒരുപാട് പ്രഷേഴ്സ് അവൻ്റെ ഓഫീസ് സംബന്ധമായിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഡിപ്രസ്ഡ് അടിക്കുന്ന സമയത്ത് ഇവനൊരു ഫോൺ കോൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ നായകൻ കാർത്തികിന് അവൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവന് വരുന്ന കോൾ എന്ന് പറയുന്നത് അവൻ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഫോണിലൂടെ വരുന്ന കാർത്തിക് ഇവന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, ഇവനെ നേരെയാക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഈ കാർത്തികിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നതും അവൻ വെച്ചിട്ട് കയറ്റങ്ങൾ ഉണ്ടാകുന്നതും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സൂപ്പർ ത്രില്ലർ മിസ്റ്ററി മൂവിയാണ് 2010 ഹിന്ദിയിൽ ഇറങ്ങിയ കാർത്തിക് കോളിംഗ് കാർത്തിക്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിജയ് ലാൽവാണി, അഭിനയിച്ചിരിക്കുന്നത് ഫർഹാൻ അക്തർ, ദീപിക പാദുക്കോണൊക്കെയാണ്. ഫർഹാൻ അക്തറിൻ്റെ സിനിമകളൊക്കെ നമുക്കറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഇല്ലാത്ത സിനിമകൾ പുള്ളി ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഒരു സൂപ്പർ മൂവിയാണ്. ഫർഹാൻ അക്തർ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു സ്റ്റാർഡമൊന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയൊക്കെ അധികം ആൾക്കാർ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് പറയാം. ആദ്യത്തെ കുറച്ച് മൂഡൊക്കെ പോകുന്ന ഒരു റൊമാൻറ്റിക് മൂഡിൽ പോയിട്ട് പിന്നെ ഒരു ത്രില്ലർ മൂഡിലോട്ട് പോകുന്ന, അത്യാവശ്യം കൂടുതൽ സ്പോയിലറായിട്ടൊന്നും പറയുന്നില്ല, കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് തന്നെ പറയാം. കണ്ടു നോക്കുക, കണ്ടിട്ടൊന്ന് കമൻറ്റ്.